Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു രസഗുളയുടെ റെസിപ്പി ആയിട്ടാണ്. വെറും 3-4 ചേരുവകൾ വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ബേക്കറിയിലും ഹോട്ടലിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള അതേ രസഗുള നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 1.5 ലിറ്റർ വരുന്ന പാല് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുക്കുന്ന പാല് ഫുൾ ഫാറ്റ് മിൽക്ക് ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഫുൾ ഫാറ്റ് മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ മേടിക്കുന്ന മിൽമയുടെ പാലൊക്കെ ഫുൾ ഫാറ്റ് തന്നെയാണ്. അതൊന്ന് ഉറപ്പ് വരുത്തുക. ഫുൾ ഫാറ്റ്, ഹൈ ഫാറ്റ് ഒക്കെയാണ് എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പാലൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് വരാൻ തുടങ്ങട്ടെ. ആ ഒരു സമയത്ത് ഇതിനകത്തോട്ട് നമുക്ക് 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കാം. ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് തൈര് ചേർക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് നാരങ്ങയുടെ നീര് ചേർക്കാം, അതും അല്ലെങ്കിൽ വിനാഗിരിയും ചേർക്കാം കേട്ടോ. അപ്പോൾ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ എന്തായാലും പാലിതാ ഇതുപോലെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കുറച്ചും കൂടെ ഒന്ന് തിളച്ച് ഒന്ന് പൊന്തി വരട്ടെ. ആ സമയത്താണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുള്ളത്. ഇതാ പാലൊക്കെ ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തൈരിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ 2 ഓപ്ഷൻ, നാരങ്ങ നീരോ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തൈര് ഈ പാലൊക്കെ ഒന്ന് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രസഗുള എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ രസഗുള ഉണ്ടാക്കുന്നത്. ആ പിരിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കണം, അങ്ങനെയാണ് കേട്ടോ. അപ്പം നമുക്കിതാ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് സമയം എടുക്കും ഇതൊന്ന് പാൽ ഒന്ന് പിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പാലൊക്കെ ഇവിടെ ചെറുതായിട്ട് പിരിഞ്ഞ് ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇത് പോരെ, കുറച്ചും കൂടെ ഇത് നന്നായിട്ട് തന്നെ ഇതിൻ്റെ പിരിഞ്ഞ് നമുക്ക് പാലിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതുവരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പാലൊക്കെ ശരിക്കും നന്നായിട്ട് തന്നെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു തിക്നെസ്സിലൊക്കെ നമുക്ക് കിട്ടും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു തുണിയിൽ അരിപ്പയിൽ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പം എല്ലാം അങ്ങ് എന്താ പറയുക നല്ല കട്ടിയായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തുണിയിൽ അരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തുണിയിൽ ഒഴിക്കുന്ന ഭാഗം വീഡിയോയിൽ എന്തുകൊണ്ട് കിട്ടിയില്ല. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ഒരു വളരെ നൈസായിട്ടുള്ള ഒരു കോട്ടൺ തുണി, വൃത്തിയാക്കിയിട്ടുള്ള കോട്ടൺ തുണിയിലൊക്കെയാണ് നമ്മൾ ഇതൊന്ന് ഒഴിച്ച് ഒന്ന് ഇത് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, അത് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുക. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് നമുക്ക് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കണം, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് 2-3 ഏലക്ക, ഞാനിവിടെ 2 ഏലക്കയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പഞ്ചസാര പാനിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒരു നൂല് കനത്തിലൊക്കെ ഇങ്ങനെ വരും. ആ ഒരു എന്താ പറയുക, ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും നമ്മുടെ കയ്യിൽ, നമ്മളതൊന്ന് തൊട്ട് നോക്കുവാണെങ്കിൽ. അപ്പോൾ ആ ഒരു സമയം വരെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ ഒരു സമയം കൊണ്ട് നമുക്ക് രസഗുളയുടെ ബോൾസ് ഒക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു തുണിയാണ് എടുത്തിരുന്നത്. ഇതിനകത്തോട്ടാണ് ഞാൻ പാലിൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ച് നമുക്ക് ഈ ഒരു കണക്കിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം, നല്ല തിക്കായിട്ട് കിട്ടും നമുക്ക് കണ്ടോ. ഈ ഒരു കട്ടിയിൽ കിട്ടും. ഇനി നമുക്കതൊന്ന് കുറച്ച് നേരം ഒരു അരിപ്പയിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്തെങ്കിലും എക്സസ് ആയിട്ടുള്ള വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും. ഇനി ചെയ്യാനുള്ളത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ബോൾ നമ്മളതൊരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ചെയ്യാവുന്നതാണ്, ബോൾസ് ആക്കാവുന്നതാണ്. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു ബോള് നമുക്ക് മിക്സിക്കകത്തോട്ടൊന്ന് പൊടിച്ച് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു പൾസിലാക്കി എടുക്കുക. അല്ലാതെ ഒത്തിരി നേരം അടിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ആകെ നെയ്യ് പോലെ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എന്താ പറയുക രസഗുള ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലൊന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കിനാണ് കേട്ടോ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുള്ളത് കണ്ടോ. ഒത്തിരി അങ്ങ് അടിഞ്ഞു പോയിട്ടില്ല, അടിഞ്ഞു പോകരുത്. ഇനി നമുക്കിത് വേറൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് കൈ കൊണ്ട് 1 മിനിറ്റ് സമയം എടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചു കൊടുക്കാം.
നമ്മുടെ മാവ് ഇവിടെ റെഡിയാണ്. നല്ല സോഫ്റ്റും നല്ല സ്മൂത്ത് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കിത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ചിലവരത് ഓവൽ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ചിലവരത് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ കണ്ട് ഇരിക്കുന്നത് റൗണ്ട് ഷേപ്പിലുള്ള രസഗുളയല്ലേ, ഗുലാബ് ജാമുനൊക്കെ റൗണ്ട് ഷേപ്പിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റൗണ്ട് ഷേപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എണ്ണ പുരട്ടോ അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് തന്നെ അത്യാവശ്യം ഒരു എണ്ണമയം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കുക. വലിപ്പമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഇതൊന്ന് ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നമ്മുടെ ബോൾസുകളൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് പഞ്ചസാര പാനിയിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പം ഞാൻ പഞ്ചസാര പാനി പതുക്കെ ഒന്ന് ഒരു ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നേരം ഓഫായിരുന്നു, പക്ഷേ ഈ ബോൾസ് ഒന്ന് ഇട്ട് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിലോട്ട് ഇട്ടിട്ട് ഈ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ബോൾസിനൊന്നും ഒട്ടും ക്രാക്കോ അങ്ങനെയൊന്നുമില്ല, ഒട്ടും തന്നെ വിള്ളലൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു മിനിറ്റ് സമയം എടുത്ത് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം. പിന്നെ ഇതിൻ്റെ സമയം 1 മിനിറ്റ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ കേട്ടോ. നമുക്ക് ഈ ബോൾസൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആവുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുന്നത് വരെ അത് ഓരോരുത്തരുടെ ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ സമയമൊക്കെ അനുസരിച്ച് മാറി മറിയും. അപ്പോൾ അത് നമുക്ക് അറിയാൻ പറ്റും. കണ്ടോ, ഈ ബോൾസൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ നമ്മൾ ഇട്ട പോലെ ആയിരിക്കില്ല, കുറച്ച് ഒന്ന് സോഫ്റ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് ഇതിനകത്തുള്ള ഏലക്ക നിങ്ങൾക്ക് എടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ കളയാട്ടോ. ഞാൻ എന്തായാലും അതെടുത്ത് കളയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രസഗുള ഇവിടെ റെഡിയാണ്. വളരെ ജ്യൂസിയും വളരെ സ്പോഞ്ചി ആയിട്ടുള്ള രസഗുളയാണ്. നമ്മുടെ വീട്ടിലുള്ള 3 ചേരുവകൾ വെച്ച്, അതും എപ്പോഴും ഉണ്ടാവുന്ന പാല്, തൈര്, പഞ്ചസാര ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ഇനി ഹോട്ടലിലോ അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്നൊന്നും കിട്ടുന്ന രസഗുളയേക്കാളും രുചിയാണ് ഈ ഒരു നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന രസഗുളയ്ക്ക്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ. ഈ കാണുന്ന ചോക്ലേറ്റ് കേക്ക് ഞാൻ 2 ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു കേക്കാണ്. അത് ട്രൈ ചെയ്തിട്ട് എനിക്ക് സോയ ഫാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. ആ കുട്ടി ട്രൈ ചെയ്തിട്ട് ഉണ്ടാക്കി കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഒത്തിരി സന്തോഷം. ഉണ്ടാക്കി നന്നായി വന്നു എന്നറിഞ്ഞതിലും അതുപോലെ തന്നെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നറിഞ്ഞതിലും ഒത്തിരി സന്തോഷം. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഉള്ള വീഡിയോസും ഫോട്ടോസൊക്കെ അയക്കാൻ മറക്കരുത് കേട്ടോ.